ലോകത്താകമാനം പുതുതായുണ്ടായ ജനകീയ സമരങ്ങൾക്ക് ഒരു ഇന്ത്യൻ പതിപ്പ് നമ്മുടെ വാർത്തകളിൽ നിറയുകയാണ്. അണ്ണാ ഹസാരെ എന്ന 73-കാരൻ അഴിമതിക്കെതിരെ നടത്തുന്ന സമരങ്ങൾക്ക് ഇന്ത്യയിലാകമാനം നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ വലിയ ചർച്ചകൾക്ക് വിധേയമായ ലോക്പാൽ ബില്ലിന്റെ ഉള്ളടക്കത്തെപ്പറ്റിയുള്ള പരാതികളുമായാണ് ഹസാരെയുടെ രംഗപ്രവേശം. പിന്നീട് ജനകീയ വിഷയങ്ങളായ കള്ളപ്പണത്തിനും അഴിമതിക്കുമെതിരെ ഗാന്ധിയൻ രീതിയിലുള്ള സമരമാർഗമാണ് ഹസാരെ പിന്തുടർന്നത്. 2 ദിവസം മുമ്പാണ് ഹസാരെയുടെ സമരം ആരംഭിക്കാനിരുന്നത്. അദ്ദേഹത്തിന് സമൂഹത്തിന്റെ വിവിധ കോണിൽ നിന്ന് കിട്ടുന്ന പിന്തുണയിൽ വിറളി പൂണ്ട കേന്ദ്ര ഗവൺമെന്റ് ഹസാരെയുടെ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ ആദ്യപടിയെന്നോണം ഗാന്ധിയൻ രീതിയിലുള്ള നിരാഹാര സത്യാഗ്രഹം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. പിന്നീട് നിയമലംഘനത്തിന് കേസെടുത്ത് ഇദ്ദേഹത്തെ ജയിലിലും അടച്ചു. പിന്നീട് കണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതി നയത്തിനെതിരെയുള്ള ജനങ്ങളുടെ മുന്നേറ്റമായിരുന്നു. ഇതിന്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലുമുണ്ടായി. തിരുവനന്തപുരം പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന നിരാഹാര സത്യാഗ്രഹത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഇത്രയും വർഷമായിട്ട് ഒരു ലോക്പാൽ ബില്ലോ അങ്ങനെ ഒരു ഇത് വരാതെ ടോളറൻസിൻ്റെ അങ്ങറ്റം എത്തി ജനങ്ങളിങ്ങനെ പൊറുതിമുട്ടി കഴിയുന്ന സമയത്താണ് അണ്ണാ ഹസാരെ എന്നൊരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ലോക്പാൽ ബില്ല് വേണമെന്ന്, ജൻ ലോക്പാൽ ബില്ല് വേണമെന്ന് പറഞ്ഞൊരു ഇഷ്യൂവിൽ ആദ്യം ഒരു നിരാഹാരം തുടങ്ങിയത് ഏപ്രിലിൽ. അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട്, അതായത് മെൻ്റലായിട്ടും ഇമെയിൽസ് വഴിയും SMS വഴിയും എല്ലാം നമ്മൾ സപ്പോർട്ട്സ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഒന്ന് സമ്മതിച്ചുവെങ്കിലും രണ്ടാമത് അവർ കൊണ്ടുവന്ന ബില്ലിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ ഗവൺമെൻറ്റിനും അവരുടെ ആൾക്കാർക്കും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു ടൂത്ത്ലെസ് ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ആ ബില്ലിനെ ഒപ്പോസ് ചെയ്യാൻ ഇപ്രാവശ്യം അണ്ണാ ഹസാരെ പറഞ്ഞെങ്കിലും ആദ്യം മുതലേ ഗവൺമെൻറ് വാസ് എഗൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ഒരു അണ്ണാ ഹസാരെ ഏതൊരു വിധിയിലും അണ്ണാ ഹസാരെയും ടീം അണ്ണയുടെയും ആളുകളെല്ലാം മാക്സിമം അലൈൻ ചെയ്ത് പബ്ലിക്കിൽ എന്തൊക്കെ രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിൽ ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു വികാരം വന്നു, അതായത് പുള്ളിയെ ഹോൾസമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു ഈ സത്യാഗ്രഹം. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അഴിമതിയാണെന്ന് സമര നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയക്കാരിൽ നിന്നും വിഭിന്നമായി അക്രമത്തിനോ ബഹളത്തിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി ഒരു കാരണവശാലും ഞങ്ങൾ ആരും തന്നെ മുന്നോട്ട് പോകില്ല. രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മുക്തമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന ഈ സത്യസന്ധരായ ആളുകൾ ഇതിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അണ്ണാ ഹസാരെയുടെ ആ ബില്ലിനെ പറ്റിയുള്ള അഭിപ്രായം പാർലമെൻറ്റിൽ എങ്ങനെ ഒരു സമ്മർദ്ദത്തിലൂടെ അവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ള ശ്രമം ഞങ്ങൾ വീണ്ടും തുടരും. അതിനുവേണ്ടി IAC-Trivandrum.org എന്നുള്ളൊരു സൈറ്റ് ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. കാലാകാലങ്ങളുടെ അപ്ഡേറ്റ്സ് അതിനകത്ത് വരും. അതിൻ്റെ സൈഡ് ബാറിൽ ഞങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ അതിനകത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല. അതേപോലെ SMS-ലൂടെ ഇതിൻ്റെ അംഗങ്ങളെ കാലാകാലങ്ങളിലുള്ള വിവരങ്ങൾ അറിയിക്കും. സംഘടനാപരമായിട്ട് ഒത്തുചേരലും അതുപോലെ പ്രതിഷേധ പ്രകടനങ്ങളും ഞങ്ങൾ നടത്തുന്നത് പൂർണ്ണമായും സമാധാനപരമായിരിക്കും. അണ്ണാ ഹസാരെ ആഹ്വാനം ചെയ്ത ഒരു പ്രധാന ആവശ്യം സമാധാനപരമായിട്ടുള്ള പ്രകടനങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഗാന്ധിയൻ ആദർശങ്ങൾക്ക് ഈ കാലഘട്ടത്തിലും പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സമരങ്ങൾക്കുള്ള യുവജന പ്രാതിനിധ്യം. പക്ഷെ ഒത്തിരി അണ്ണാ ഹസാരെ അയാളുടെ എന്താ പറയുക ഒത്തിരി സത്യാഗ്രഹം ഇടുന്നിട്ടും ഇതുവരെ ആരും ചെയ്യാത്ത പോലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത അണ്ണാ ഹസാരെക്ക് വേണ്ടി ഞങ്ങൾക്ക് കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നിരിക്കാൻ തന്നെ കാരണം. ഇത് ഒരു ദേശസ്നേഹിയായ ഒരു മനുഷ്യൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കാൻ കാരണം തന്നെ. കേരളത്തിലും ഇന്ത്യയിലുമാകമാനം ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി സമരങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഹസാരെ എന്ന ഒറ്റയാന്റെ ആദർശങ്ങളോടുള്ള പ്രണയം കൊണ്ട് മാത്രമല്ല ഈ സമരത്തിന് ജനപിന്തുണയേറുന്നത്. സമൂഹത്തെ ആകമാനം അലട്ടുന്ന അഴിമതി എന്ന ദുർഭൂതത്തെ പിടിച്ചുകെട്ടാനുള്ള ജനങ്ങളുടെ ശ്രമമാണ്. ഗാന്ധിയൻ ആദർശങ്ങളുടെ മൊത്തക്കച്ചവടക്കാരെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള പ്രവൃത്തികൾ മുൻപ് നാം കണ്ടിട്ടുള്ള ഏകാധിപതികളുടെ രീതിയിലാണ് എന്നത് ആശയങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ നേർചിത്രമാണ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.